ചെയ്ത അനന്തപുരി എന്ന വാഗ്ദാനവുമായാണ് ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നത്. വികസനം വന്നില്ലെങ്കിലും മാറാത്തത് പലതും തലസ്ഥാനത്ത് മാറുകയാണ്. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയൊക്കെ ഇപ്പോൾ കോർപ്പറേഷനിലല്ല, പകരം ജയിലിലാണ്. സംസ്ഥാന ചരിത്രത്തിൽ ഇതാദ്യം. ഇന്നത്തെ പ്രൈം സ്റ്റോറി സുഗതന്റെ സമയമോ? തുടക്കത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 50 സീറ്റ് നേടി BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. പക്ഷെ ഒരു ചെറിയ പ്രശ്നം പറ്റി. നിയമപ്രകാരം ഒന്നെങ്കിൽ സഗൗരവം, അതല്ലെങ്കിൽ ദൈവനാമത്തിൽ മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുമതി. BJPയുടെ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തതോ കാവ്യമ്മ, ആറ്റുകാലമ്മ, ഭാരതാംബ, ശ്രീപത്മനാഭൻ, ഗുരുദേവൻ എന്നിവരുടെ നാമത്തിൽ. ശ്രീപത്മനാഭ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആറ്റുകാലമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഭഗവത് നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പരാതിയായി കോടതി കയറി സത്യപ്രതിജ്ഞ റദ്ദാക്കി. പുനഃപ്രതിജ്ഞ ചെയ്തു. റദ്ദാക്കിയത് 20 പേരുടെ സത്യപ്രതിജ്ഞയാണ്. പുനഃപ്രതിജ്ഞ ചെയ്തതോ 19 പേരും. ഒരാൾ എവിടെ? ഒരാൾ ജയിലിലാണ്. കാപ്പ കേസ് പ്രതിയാണ് R. സുഗതൻ. ആരാണ് ഈ സുഗതൻ? നമ്മൾ ഇനി അതാണ് വിശദമായി നോക്കാൻ പോകുന്നത്. R. സുഗതൻ BJPയുടെ കൗൺസിലറാണ്. വാർഡ് 20 വാഴോട്ടുകാണം വാർഡിലെ കൗൺസിലറാണ്. 6 വധശ്രമ കേസുകളടക്കം 11 കേസുകൾ സുഗതനെതിരെയുണ്ട്. ഇതിൽ 6 എണ്ണം വധശ്രമ കേസാണ്. അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തലുണ്ട്, വഴി തടയലുണ്ട്, വീട് കയറി വാഹനമടിച്ചു തകർക്കലുണ്ട്, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കലുണ്ട്, തട്ടിക്കൊണ്ടുപോകൽ, അങ്ങനെ നീളുകയാണ് സുഗതനെതിരായ കേസുകൾ. ഈ വധശ്രമ കേസിൽ ഒളിവിൽ പോയ സുഗതന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. പിന്നാലെ കലക്ടർ കാപ്പയും ചുമത്തി. രഹസ്യ നീക്കത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സുഗതനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് സംഘത്തെ കയ്യേറ്റം ചെയ്തതിനും സുഗതനെതിരെ കേസെടുത്തു. വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ സുഗതനെതിരെ 11 കേസുണ്ട്. നെടുമങ്ങാട് സ്റ്റേഷനിൽ 1 കേസുമുണ്ട്. 2025 തന്നെ കാപ്പ കേസ് പ്രതിയായിരുന്നു R. സുഗതൻ. അന്ന് കർശന ഉപാധികളോടെയാണ് ജാമ്യം ലഭിച്ചത്. അങ്ങനെയാണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ജയിച്ചതും കൗൺസിലറായതും. അതായത് മാറാത്തത് മാറുമെന്നായിരുന്നു BJPയുടെ വാഗ്ദാനം. ആ കേട്ടത് BJP കൗൺസിലറുടെ യോഗ്യതകളാണ്. നാളെ പുനഃപ്രതിജ്ഞയാണ്. രാവിലെ 11 മണിക്ക് വിയ്യൂർ സെൻട്രൽ ജയിലിൽ. സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജനപ്രതിനിധി ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. എന്നിട്ട് തിരുവനന്തപുരം മേയർ പറയുന്നു ജനാധിപത്യം സംരക്ഷിക്കപ്പെട്ടുവെന്ന്. രാഷ്ട്രീയത്തിലോ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കേസിനെ കുറിച്ച് ചോദിച്ചപ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ തന്നെ സാധ്യതകൾ പലതും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ കോടതികളുടെ വിധികളെ ഞങ്ങൾ ബഹുമാനിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കോർപ്പറേഷന്റെ മേയർ സെൻട്രൽ ജയിലിലേക്ക് പോവാണ് കൗൺസിലറുടെ സത്യപ്രതിജ്ഞയ്ക്കായി. അനന്തപുരിയുടെ വികസനം വരുന്ന വഴി.